നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധം ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ അവസാനിപ്പിക്കാനുള്ളതല്ല അല്ലേ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ സ്മൃതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണുന്നത് കൊച്ചു കുട്ടികൾ മുതൽ യുവാക്കൾ മുതൽ പ്രായമായവർ മുതൽ എല്ലാം ഈ കടുത്ത വെയിലിനെ അവഗണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ രാവിലെ 6:40 തുടങ്ങുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് മഞ്ചേരിയിലെത്തിയത്. കാരണം രാവിലെ 6:30 മലപ്പുറം പോലെയൊരു സ്ഥലത്ത് അത്രയും ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടിയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റെടുക്കാനുള്ള കാരണം? ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ് ഈ പറഞ്ഞ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ എന്നുള്ളതാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാരണം ജനങ്ങളിലെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും കുട്ടികളിലും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം MDMA വിഴുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. കാരണം നമ്മൾ അടുത്ത കാലങ്ങളിലൊന്നും കേട്ടിട്ടേ ഇല്ല MDMA വിഴുങ്ങുന്നതിനെ കുറിച്ച്. MDMA എന്ന് കേട്ട് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ MDMA വിഴുങ്ങുക എന്ന് പറയുന്നത് വലിയ അതെന്നിട്ട് ഒരു മരണം സംഭവിക്കുകയാണ്. അപ്പം വിദ്യാർത്ഥികളെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രായമായവർ ഏത് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ പണ്ട് എന്താണ് മദ്യപാനാണ് വലിയ രീതിയിലുള്ള ഒരു ലഹരി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം മദ്യപാനത്തിനേക്കാളും അപ്പുറമായി കഞ്ചാവിനേക്കാളും അപ്പുറമായി MDMA അതുപോലെ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.